അപ്പോൾ നമുക്കിനി ഇന്നത്തെ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തകൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ആദ്യം തന്നെ പ്രേക്ഷകരോട് പറയാനുള്ള അത്ര നല്ല വാർത്തയല്ല. സംസ്ഥാനത്ത് വീണ്ടും നിപ്പ സ്ഥിരീകരിച്ചു എന്നുള്ളതാണ്. മലപ്പുറം നടുപത്ത് സ്വദേശിയായ 24-കാരന്റെ മരണം നിപ്പ ബാധിച്ചാണെന്ന് സ്ഥിരീകരിച്ചിരിക്കുകയാണ്. ഇതോടെ ജില്ലയിലെ തിരുവാലി പഞ്ചായത്തിൽ ജാഗ്രതാ നിർദ്ദേശം നൽകി. രോഗലക്ഷണങ്ങളുള്ള 5 പേരുടെ സാമ്പിളുകൾ പരിശോധനയ്ക്ക് അയച്ചു. ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ലെന്ന് ആരോഗ്യമന്ത്രി വീണ ജോർജ് അറിയിച്ചു. 2 മാസത്തിനിടെ ആശങ്കയേറ്റി മലപ്പുറത്തു വീണ്ടും നിപ്പ സ്ഥിരീകരിച്ചു. ബാംഗ്ലൂരിൽ നിന്ന് കഴിഞ്ഞ മാസം 22-ന് നാട്ടിലെത്തിയ യുവാവിനാണ് നിപ്പ സ്ഥിരീകരിച്ചത്. പനിയെ തുടർന്ന് 4 ആശുപത്രികളിൽ യുവാവ് ചികിത്സ തേടിയിട്ടുണ്ട്. കൂടാതെ സുഹൃത്തുക്കൾക്കൊപ്പം ചില സ്ഥലങ്ങളിൽ യാത്രയും ചെയ്തു. നേരിട്ട് സമ്പർക്കത്തിലുള്ളവരെ ഇതിനോടകം ഐസൊലേഷനിലേക്ക് മാറ്റി. 101 പേരാണ് പ്രാഥമിക സമ്പർക്ക പട്ടികയിലുള്ളത്. ചികിത്സിച്ച ആശുപത്രി ജീവനക്കാരും ഇതിൽ ഉൾപ്പെടുന്നു. അണുബാധ സാധ്യതയുള്ള എല്ലാവരെയും കോൺടാക്ട് ട്രേസിംഗ് നടത്തി നിരീക്ഷണത്തിലാക്കുന്നത് അന്തിമഘട്ടത്തിലാണ്. മലപ്പുറത്ത് നിപ്പ മരണം സ്ഥിരീകരിച്ചിരിക്കുന്നു. സ്വകാര്യ ആശുപത്രിയിൽ മരണമടഞ്ഞ 24 വയസ്സുകാരനാണ് നിപ്പ വൈറസ് രോഗബാധ ഉണ്ടായിരുന്നു എന്നുള്ളത് കണ്ടെത്തിയിരിക്കുന്നത്. ഇതുവരെ 151 പേരാണ് പ്രൈമറി കോൺടാക്ട്സിലുള്ളത്. അതിൽ 5 പേർക്ക് ചെറിയ പനി ലക്ഷണങ്ങളും ഉണ്ട്. ഇത് സംബന്ധിച്ച് ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ല. സമ്പർക്കത്തിലുള്ള 5 പേർക്ക് ചെറിയ തോതിൽ നിപ ലക്ഷണങ്ങൾ കണ്ടതിനാൽ സാമ്പിളുകൾ പരിശോധനയ്ക്ക് അയച്ചു. 2 പേരെ മഞ്ചേരി മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. പ്രോട്ടോകോൾ പ്രകാരമുള്ള 16 കമ്മിറ്റികൾ രൂപീകരിച്ചു കഴിഞ്ഞു. തിരുവാലി പഞ്ചായത്തിൽ മാസ്ക് നിർബന്ധമാക്കി. നാളെ മുതൽ ഓരോ വാർഡിലും പനി ബാധിച്ചവരെ കണ്ടെത്താനുള്ള സർവേ ആരംഭിക്കും. 2 മാസം മുൻപാണ് പാണ്ടിക്കാട് ചെമ്പ്രശ്ശേരിയിൽ 14 വയസ്സുകാരൻ നിപ ബാധിച്ചു മരിച്ചത്. നടുവത്ത് നിന്ന് 10 കിലോമീറ്റർ അകലെയാണ് ചെമ്പ്രശ്ശേരി. 24 മലപ്പുറം. അപ്പോൾ നിപ്പ സ്ഥിരീകരിച്ച പശ്ചാത്തലത്തിൽ സ്വാഭാവികമായും മലപ്പുറം ജില്ലയിലെ ചില പ്രദേശങ്ങൾ അത് കർശന നിയന്ത്രണത്തിലാണ്. അത് ഈ പ്രദേശങ്ങളാണ് തിരുവാലി, മമ്പാട് പഞ്ചായത്തുകൾ. കർശന നിയന്ത്രണമാണ് ഇവിടെ ഏർപ്പെടുത്തിയിരിക്കുന്നത്. 5 വാർഡുകൾ കണ്ടെയ്ൻമെന്റ് സോണായി പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഈ വാർഡുകളിൽ നാളത്തെ നബിദിന ഘോഷയാത്ര മറ്റൊരു ദിവസത്തേക്ക് മാറ്റിവെക്കണമെന്ന് ജില്ലാ കളക്ടർ അഭ്യർത്ഥിച്ചിട്ടുണ്ട്. നാളെ മുതൽ പ്രത്യേക സർവേയും പരിശോധനയും ആരംഭിക്കുകയും ചെയ്യും. അപ്പോൾ എന്തായാലും നിപ്പ അത് ആശങ്ക ഉണ്ടാക്കുന്നതാണെങ്കിൽ കൂടി അത്ര വലിയ പ്രശ്നങ്ങളില്ല എന്ന് പറയുന്നു. എന്തായാലും ഇപ്പോൾ രോഗലക്ഷണങ്ങളുടെ ചികിത്സയിലുള്ളവരുടെ കാര്യം അത് കൃത്യമായി തന്നെ ആരോഗ്യ അധികൃതർ അത് പരിശോധിക്കുന്നുണ്ട്. ഇനിയിപ്പോൾ സാമ്പിളിൻ്റെ ഫലം വരണം. അപ്പോഴായിരിക്കും കടുത്ത നിയന്ത്രണങ്ങൾ ഏത് രീതിയിൽ വേണം എന്നൊക്കെ അധികൃതർ തീരുമാനിക്കുക. ഇനി മറ്റൊരു വാർത്ത, അത് ദേശീയ തലത്തിലേറെ ശ്രദ്ധ നേടിയ ഒന്നാണ്. ജയിൽ മോചനത്തിന് പിന്നാലെ അപ്രതീക്ഷിതമായി രാജിപ്രഖ്യാപനം നടത്തിയിരിക്കുകയാണ് ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാൾ. 2 ദിവസത്തിനകം രാജി നൽകുമെന്നും പുതിയ മുഖ്യമന്ത്രിയെ നേതൃത്വം തീരുമാനിക്കുമെന്നും അരവിന്ദ് കെജ്രിവാൾ അറിയിച്ചു. ജനങ്ങളുടെ വിശ്വാസം നേടി അധികാരത്തിൽ തിരിച്ചുവരുമെന്നും അരവിന്ദ് കെജ്രിവാൾ വ്യക്തമാക്കി. എന്നാൽ ഈ രാജിയൊക്കെ വെറും നാടകം എന്നാണ് BJPയുടെയും കോൺഗ്രസിന്റെയും പ്രതികരണം എന്നതും ഇന്നത്തെ രാഷ്ട്രീയ കൗതുകമായി മാറി. അറസ്റ്റിന് പിന്നാലെ രാജിക്കായി മുറവിളിയുയർന്നെങ്കിലും ജയിലിൽ നിന്ന് ഭരണം തുടരുമെന്ന നിലപാടായിരുന്നു അരവിന്ദ് കെജ്രിവാളിൻ്റേത്. എന്നാൽ 5.5 മാസത്തെ ജയിൽവാസത്തിന് ശേഷം അപ്രതീക്ഷിതമായാണ് അരവിന്ദ് കെജ്രിവാളിന്റെ രാജി പ്രഖ്യാപനം. വോട്ടർമാർ തീരുമാനിക്കും വരെ മുഖ്യമന്ത്രി കസേരയിൽ ഇരിക്കില്ലെന്ന് അരവിന്ദ് കെജ്രിവാൾ പറഞ്ഞു. തെരഞ്ഞെടുപ്പെന്ന അഗ്നിപരീക്ഷ നേരിട്ട് തിരിച്ചുവരുമെന്നും അരവിന്ദ് കെജ്രിവാൾ. जम के वोट दे देना मेरे पक्ष में, चुनाव के बाद सीएम की कुर्सी पे जाके बैठूंगा. जब तक चुनाव नहीं होते मैंने जैसे बताया 2 दिन के बाद मैं अपना इस्तीफा दूंगा. जब तक चुनाव नहीं होते तब तक मेरी जगह आम आदमी पार्टी से कोई और मुख्यमंत्री बनेगा. പുതിയ മുഖ്യമന്ത്രിയെ രാജിക്ക് ശേഷം തെരഞ്ഞെടുക്കാനാണ് ധാരണ. മനീഷ് സിസോദിയയും മന്ത്രിസഭയുടെ ഭാഗമാകില്ല. അരവിന്ദ് കെജ്രിവാളിന്റെയും മനീഷ് സിസോദിയയുടെയും മണ്ഡലങ്ങളിൽ നവംബറിൽ മഹാരാഷ്ട്ര തെരഞ്ഞെടുപ്പിനൊപ്പം ഉപതെരഞ്ഞെടുപ്പ് നടത്തണമെന്നാണ് ആവശ്യം. മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ പോലും കയറാൻ പാടില്ലെന്ന കർശന ഉപാധിയോടെയാണ് സുപ്രീം കോടതി അരവിന്ദ് കെജ്രിവാളിന് ജാമ്യം അനുവദിച്ചത്. ഇതോടെ ഡൽഹി നേരിടുന്ന ഭരണപ്രതിസന്ധികൾക്കിടെയാണ് കെജ്രിവാളിന്റെ രാജിനീക്കം. രാജി നാടകമെന്നാണ് BJPയുടെ പ്രതികരണം. വിനീത VG, 24 ഡൽഹി. ഇപ്പോൾ അടുത്ത രാഷ്ട്രീയ ചലനമാണത്. എന്തായാലും ആം ആദ്മി പാർട്ടിയുടെ ഈ നീക്കം അത് ഏത് തരത്തിലാകും, മറ്റ് രാഷ്ട്രീയ പാർട്ടികൾ അതിനെ കാണുക, ഒപ്പം തന്നെ മറ്റ് രാഷ്ട്രീയ പാർട്ടികളുടെ പ്രതികരണം, ഒപ്പം അവരുടെ ചില നടപടികൾ, ഇതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ, ഇതൊക്കെ ഇനിയും പുറത്തു വരേണ്ടതുണ്ട്. അപ്പോൾ നമുക്കതിനായി കാത്തിരിക്കാം. മാത്രമല്ല 2 ദിവസത്തിനുള്ളിൽ രാജിവെക്കും എന്നാണ് അരവിന്ദ് കെജ്രിവാൾ പറഞ്ഞിരിക്കുന്നത്. യെസ്, ഇനി നമുക്ക് മറ്റു വാർത്തകളും വിശേഷങ്ങളും, പ്രത്യേകിച്ചും
ഇന്ന് ക്ഷമിക്കണം, ഓണമൊക്കെ എങ്ങനെ ഉണ്ടായിരുന്നു എന്നൊക്കെയാണ് പ്രേക്ഷകർ ചോദിക്കുന്നത് കൂടുതലായിട്ട്. അപ്പം ഓണത്തിൻ്റെ വിശേഷങ്ങളും റിപ്പോർട്ടുകളൊക്കെ ഒക്കെ ഉണ്ട്. ആ കമൻറ്റ് ബോക്സിലും അതൊക്കെ നിറയുന്നുണ്ട്. എന്നാലും എനിക്ക് തോന്നുന്നു പതിവിൽ കുറവ് ആളുകളാണ് ഇന്ന് യൂട്യൂബിലൊക്കെ നമ്മുടെ ഷോ കാണുന്നു. ആ ഓണത്തിൻ്റെ ആലസ്യത്തിലായിരിക്കണം, അല്ലെങ്കിൽ ഓണത്തിൻ്റെ ആഘോഷത്തിലായിരിക്കണം എന്ന് തോന്നുന്നു. സദ്യ കൊണ്ട് ക്ഷീണിച്ചിട്ടുണ്ടാവും പ്രേക്ഷകർ എന്നാണ് എനിക്ക് തോന്നുന്നത്. MLS രാജ് പറയുന്നു, ഞാൻ TV കാണുമായിരുന്നു, അടിപൊളി, നിങ്ങളുടെ പാട്ട് കേട്ടിട്ട് വന്നതാണ്, യൂട്യൂബിൽ നിന്ന് പാട്ട് കേട്ടിട്ട് നേരെ വന്നതാണെന്നൊക്കെ പറയുന്നു. അങ്ങനെ ഒരുപാട് പേർ കമന്റുകൾ. നമ്മളെ റിപ്പോർട്ടേഴ്സ് എത്തി നമ്മൾ സമ്മാനം കൈമാറി എന്ന് പറഞ്ഞപ്പോൾ പ്രകാശ് പറയുന്നു, ഇവിടെ 24 റിപ്പോർട്ടർമാർ എത്തിയില്ല യൂറോപ്പിൽ എന്ന് പറയുന്നുണ്ട്. അല്ലമീൻ തങ്ങൾപ്പടി ഇന്നും മറ്റൊരു വിഷയം പറയുന്നു. അധിക ദിവസങ്ങളിലും അല്ലമീൻ ഇത്തരം സാമൂഹ്യ വിഷയങ്ങൾ പറയാറുണ്ട്. ചില ഹോസ്പിറ്റലുകളെ കുറിച്ചാണ് അല്ലമീൻ്റെ ഇന്നത്തെ പരാതി, ആക്ഷേപം. ചില ഹോസ്പിറ്റലുകളിൽ കേരളത്തിൽ ഒരു ബിസിനസ് മാഫിയായി വളരുന്നുണ്ട്, ഒരു നിയന്ത്രണവുമില്ലാതെ ഇവരുടെ ബില്ലുകൾ പരിശോധിക്കാൻ സിസ്റ്റം ഇല്ല എന്നൊക്കെയുള്ള അഭിപ്രായങ്ങൾ പറയുന്നു അല്ലമീൻ. അല്ല, അതൊക്കെ ഉണ്ട്, ഇവിടെ സിസ്റ്റമൊക്കെ ഉണ്ട്. ഈ പറയുന്ന പോലെ സർക്കാരിൻ്റെയൊക്കെ നിയന്ത്രണത്തിൽ തന്നെയാണ് എല്ലാ ആശുപത്രികളും. അത് കൃത്യമായി ശ്രദ്ധയിൽപ്പെട്ട് കഴിഞ്ഞാൽ നടപടി ഉണ്ടാകുന്നതുമാണല്ലോ. തോമസ് ജോർജ് പറഞ്ഞു, മറന്നുപോയ ഒരു പാട്ടായിരുന്നു ആദ്യമായി കണ്ട നാൾ എന്ന്. ഓക്കെ, അതോടൊപ്പം തന്നെ ഷാജി പൊയ്കൽ ഇന്ന് രാവിലെ ഞങ്ങളെ ഒഴിവാക്കി കമൻറ്റ് വായന കുറച്ചേ ഉണ്ടായിരുന്നുള്ളൂ എന്ന്. ഷാജി അറിയാമല്ലോ, ഇപ്പോൾ നമ്മൾ ഇത്രയും ആങ്കേഴ്സ് ഉണ്ട്, മാത്രമല്ല നമുക്ക് പ്രേക്ഷകരിലേക്ക് എത്തിക്കേണ്ട നിരവധി കാര്യങ്ങൾ ഉണ്ടായിരുന്നു. നമുക്ക് നമ്മുടെ പ്രേക്ഷകർക്ക് സമ്മാനം നൽകുന്നത്, അതോടൊപ്പം തന്നെ ഒരുപാട് വാർത്തകൾ ഓണവുമായി ബന്ധപ്പെട്ടുണ്ടായിരുന്നു. അതുകൊണ്ടാണ് പ്രേക്ഷകരുടെ കമൻസിലേക്ക് വരാൻ നമ്മൾ കുറച്ച് വൈകിയത്. യെസ്, അപ്പോൾ നിങ്ങളുടെ കമൻറ്റുകളൊക്കെ പോരട്ടെ, അറിയേണ്ടത് നമ്മൾ വായിക്കും കേട്ടോ. അതെ, ഇന്ന് ഓണം എങ്ങനെ ഉണ്ടായിരുന്നു, ഓണം ആഘോഷം എങ്ങനെ ഉണ്ടായിരുന്നു, ആരൊക്കെ വീട്ടിലേക്ക് വന്നു, അല്ലെങ്കിൽ ആരുടെയൊക്കെ വീട്ടിലേക്ക് പോയി, അങ്ങനെ നിങ്ങളുടെയൊക്കെ ഒരു ഓണത്തിൻ്റെ ആ ഒരു സുഖം അതെങ്ങനെയായിരുന്നു നമ്മളുമായിട്ട് പങ്കുവെക്കുക. അത് കമന്റ് ബോക്സിൽ കുറിക്കുക, അല്ലെങ്കിൽ ഈ പറയുന്ന പോലെ ഫേസ്ബുക്കിലും ഇൻസ്റ്റാഗ്രാമിലും അവിടെ ഉണ്ടല്ലോ നമ്മുടെ ഒരു പോസ്റ്റ്, QR കോഡ്. അവിടെ ആ QR കോഡിന് താഴെ നിങ്ങൾക്ക് കമന്റ് ചെയ്യാം. ആ QR കോഡ് സ്കാൻ ചെയ്ത് കഴിഞ്ഞാൽ നേരിട്ട് തന്നെ നിങ്ങൾക്ക് വന്നിട്ട് നിങ്ങളുടെ കാര്യങ്ങളൊക്കെ പറയുകയും ചെയ്യാം. പ്രിയ പ്രേക്ഷകരെ, എല്ലാ പ്രേക്ഷകർക്കും വീണ്ടും സ്വാഗതം. ഇന്നൊരു ഓണസദ്യയൊക്കെ ഉണ്ടതിൻ്റെ ആ ഒരു ആലസ്യം പ്രേക്ഷകരിൽ പലർക്കും ഉണ്ടെന്ന് തോന്നുന്നു. കുറേ പ്രേക്ഷകരൊന്നും നമ്മുടെ പതിവ് പ്രേക്ഷകരെ ഒന്നും കാണാനില്ല. ഇനി ഓണാഘോഷത്തിൻ്റെ ഭാഗമായി അതിൽ പങ്കെടുക്കാൻ പോയതാണോ, രാത്രി ഉടനീളം ഓണാഘോഷമുണ്ടോ എവിടെയെങ്കിലും എന്നൊക്കെ അറിയില്ല. അങ്ങനെ ഉണ്ടെങ്കിൽ നിങ്ങൾ കമന്റ് ചെയ്യുക, നമുക്കും കൂടി അതൊരു പുതിയ അറിവായിരിക്കുമല്ലോ. എന്തായാലും ഓണത്തിന്റെ ദിവസമാണ്, ആഘോഷത്തിൽ തന്നെയായിരിക്കും. കമന്റ് ചെയ്യുന്നുണ്ട് ഒരുപാട് പ്രേക്ഷകർ അവരുടെ ഓണാഘോഷം എങ്ങനെയായിരുന്നു പറയുന്നുണ്ട്. അതിലേക്കെല്ലാം നമ്മളിപ്പോൾ വരും. അതിനു മുമ്പ് ഇന്ന് പുറത്തു വന്നൊരു പ്രധാനപ്പെട്ട മറ്റൊരു രാഷ്ട്രീയ വാർത്തയിലേക്ക്. പ്രധാനമന്ത്രി പദം വാഗ്ദാനം ചെയ്ത് പ്രതിപക്ഷ സഖ്യത്തിലെ പ്രധാന നേതാവ് തന്നെ സമീപിച്ചിരുന്നുവെന്ന വെളിപ്പെടുത്തലുമായി കേന്ദ്രമന്ത്രി നിതിൻ ഗഡ്കരി. ലോക്സഭാ തെരഞ്ഞെടുപ്പിന് തൊട്ടു മുൻപാണ് വാഗ്ദാനം. അപ്പോൾ തന്നെ ആ വാഗ്ദാനം താൻ നിരസിച്ചെന്നും നിതിൻ ഗഡ്കരി പറഞ്ഞു. BJPക്ക് ഭൂരിപക്ഷം ലഭിച്ചാൽ പ്രധാനമന്ത്രി കസേരയിലേക്ക് മോദിക്ക് പകരം മറ്റൊരാളെ കൊണ്ടുവരാൻ പ്രതിപക്ഷം ശ്രമം നടത്തിയെന്ന സൂചനയാണ് നിതിൻ ഗഡ്കരിയുടെ വെളിപ്പെടുത്തൽ. ലോക്സഭാ തെരഞ്ഞെടുപ്പിന് തൊട്ടുമുമ്പ് പ്രതിപക്ഷ സഖ്യത്തിലെ മുതിർന്ന നേതാവ് തന്നെ സമീപിച്ചെന്നാണ് നാഗ്പൂരിലെ മാധ്യമ പുരസ്കാര ചടങ്ങിൽ നിതിൻ ഗഡ്കരി തുറന്നു പറഞ്ഞത്. പ്രധാനമന്ത്രിയാകാൻ താൽപര്യമുണ്ടെങ്കിൽ പിന്തുണയ്ക്കുമെന്നായിരുന്നു വാഗ്ദാനം. അപ്പോൾ തന്നെ വാഗ്ദാനം താൻ നിരസിച്ചു. പ്രധാനമന്ത്രിയാകുക എന്നത് ആഗ്രഹങ്ങളിൽ പോലും ഇല്ലാത്തതാണ്. ഒരു വാഗ്ദാനത്തിനും തന്നെ പ്രലോഭിപ്പിക്കാനാവില്ലെന്ന് നേതാവിന് മറുപടി നൽകി. എന്നാൽ നേതാവാരെന്ന് നിതിൻ ഗഡ്കരി വെളിപ്പെടുത്തിയില്ല. CPI നേതാവായിരുന്ന AB ബർദനുമായുള്ള ദീർഘകാല സൗഹൃദവും നിതിൻ ഗഡ്കരി ഓർമ്മിച്ചു. തന്റെ ആശയത്തോടും രാഷ്ട്രീയത്തോടും സത്യസന്ധത പുലർത്തിയ നേതാവായിരുന്നു AB ബർദനെന്നും നിതിൻ ഗഡ്കരി. ദേശീയ രാഷ്ട്രീയത്തിലും മഹാരാഷ്ട്രയിലും രാഷ്ട്രീയ ഭേദമന്യേ നേതാക്കളുമായി അടുപ്പം പുലർത്തുന്ന BJP നേതാവാണ് നിതിൻ ഗഡ്കരി. 24 മുംബൈ. യെസ്, അപ്പോൾ നമുക്കിനി ഓണത്തിന്റെ വിശേഷങ്ങളിലേക്ക് കാര്യമായിട്ട് തന്നെ ഗൗരവമായിട്ട് തന്നെ വരാം. ഓണം ആഘോഷിച്ച് ലോകമെമ്പാടുമുള്ള മലയാളികൾ. എല്ലാ പ്രേക്ഷകർക്കും 24ന്റെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ. പ്രേക്ഷകരോട് നമ്മൾ ചോദിച്ചിരുന്നു എങ്ങനെയായിരുന്നു നിങ്ങളുടെ ഓണാഘോഷം, ഇന്നത്തെ ദിവസം എങ്ങനെയായിരുന്നു എന്നൊക്കെ. അപ്പോൾ ചില പ്രേക്ഷകർ ഇതിന് കമന്റ്സ് ഒക്കെ ഇടുന്നുണ്ട്. ഓരോന്നോട്ട് വായിച്ചാലോ? ഇതാ ആദ്യത്തെ കമന്റ്. വിൻസി വി പറയുന്നു, എന്തൊക്കെ ഫുഡ് കഴിച്ചു സദ്യയിൽ കൂടെ എന്ന് ചോദിക്കുന്നുണ്ട്. നമ്മളാണോ? നമ്മൾ കഴിക്കാത്തത് പ്രവിധയൊക്കെ 1, 2, 3 തവണയൊക്കെ പായസം കുടിക്കുന്നത് ഞാൻ കണ്ടിരുന്നു. ഇല്ല, ഒറ്റ തവണ പായസം കുടിച്ചുള്ളൂ. എന്താ വെച്ചാൽ നമ്മൾ മോർണിംഗ് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ എനിക്ക് ഒരുപാട് കഴിക്കാൻ പറ്റിയില്ല. സാധാരണ സദ്യ നന്നായി ആസ്വദിച്ച് കഴിക്കുന്നതാണ്. അതിന് സങ്കടം ഉണ്ടായിരുന്നു എനിക്ക്. പിന്നെന്താ, നമ്മുടെ മെസ്സേജ് അയക്കുന്നുണ്ട്. അത്ര സന്തോഷമില്ലാതെയാണ് ഇപ്പോൾ ഇത് കാണുന്നത്. 1 മണിക്കൂർ മുമ്പ് ഇവിടെ ഒരു മരണമുണ്ടായി എന്ന് പറയുന്നു. നബിദിനെ നിർത്തിവെച്ചു, ഉച്ചാരക്കടവിൽ
34 വയസ്സുള്ള ഓട്ടോ ഡ്രൈവർ മരിച്ചു എന്നൊരു കാര്യം ഷാനു പറയുന്നു. അങ്ങനെ സങ്കടത്തിന്റെ കൂടി ദിനമാണെന്ന് ഷാനു ഓർപ്പിക്കുകയാണ്. സേഫ് പറയുന്നു ഈ ഓണത്തിന് മഴയില്ലാത്തത് കൊണ്ട് രക്ഷപ്പെട്ടു എന്ന്. രവികുമാർ പി പറയുന്നു, ഓണം സൂപ്പറായിരുന്നു പ്രജിൻ, ഫാമിലി എല്ലാവരും ഒരുമിച്ച് കൂടി 3 മണിക്ക് എല്ലാവരും പിരിഞ്ഞു. പ്രജിൻ പ്രവിത പാട്ട് പാടാൻ തുടങ്ങിയപ്പോൾ കുറച്ച് ജാട വന്നോ എന്നൊരു സംശയമുണ്ട്. നമുക്കോ ജാടയോ? രവികുമാറേട്ടാ, അങ്ങനൊന്നും പറയല്ലേ. അതെ, റോയൽ ഗാർഡൻസ്. അതെ, പ്രജിൻ കണ്ണൻ, പ്രജിത ലക്ഷ്മി. എന്റെ പേര് ചേട്ടാ ഇവിടെ ഇപ്പൊ കാണിക്കാനില്ല, അല്ലെങ്കിൽ പ്രവിതയാണ് കേട്ടോ. പ്രവിത ലക്ഷ്മി, നിങ്ങളുടെ അല്ല നമ്മളുടെ നാഗപ്പന്റെ വിവാഹ വാർഷികമാണ് എന്ന് ആശംസ പറയാം. അത് ഹാഷ്മി ഓൾറെഡി പറഞ്ഞിരുന്നു. നമ്മൾ കഴിച്ചുകൊണ്ടിരുന്നപ്പോ തന്നെ നാഗപ്പൻ ചേട്ടൻ നമ്മുടെ കൂടെ ഉണ്ടായിരുന്നു. റോയൽ ഗാർഡൻസിനോട് നമുക്ക് പറയാം. നാഗപ്പണ്ണന് വിവാഹ മംഗളാശംസകൾ, അല്ലെ, വിവാഹ വാർഷികാശംസകൾ. സജ്ജനി പറയുന്നു, ഹാപ്പി ഓണം ബോത്ത് ഓഫ് യു, ടുഡേ മോർണിംഗ് പ്രജൻ സോങ് വാസ് സൂപ്പർ. സജ്ജനി, താങ്ക് യു സജ്ജനി. മൂസക്കോയ പറയുന്നു, വീണ്ടും പരിഭവമാണ്, കമന്റ് വായിക്കുന്നില്ല, 100-1 വായിച്ചത്, പ്രിയ പ്രേക്ഷകരെ നിങ്ങളെങ്കിലും വായിക്കണേ എന്ന് പറയുന്നത്. നമ്മൾ തന്നെ വായിച്ചിട്ടുണ്ട് മൂസക്കോയ. അറ്റ്ലസ് പ്രധാൻ പറയുന്നു, ഐ എം അറ്റ്ലസ് പ്രധാൻ, ഐ എം വാച്ചിങ് ഫ്രം ബാങ്കോക്ക്. അപ്പോൾ സുരേഷ് മേഘ പറയുന്നു, പ്രജിൻ പ്രവിത, ഇന്ന് ഞങ്ങളുടെ കുടുംബത്തിന്റെ ഓണം ഫ്ലവേഴ്സും 24ഉം അങ്ങെടുത്തു. ഞങ്ങൾക്ക് ഹാപ്പി ഓണമായിരുന്നു. ഫ്ലവേഴ്സിൽ നിന്ന് ഇപ്പോൾ മാറി 24-ൽ വരുന്ന ഇറ്റ്സ് എ വെരി ഗുഡ് പ്രാക്ടീസ്. 24 ഫ്ലവേഴ്സിലേക്ക് പോവുക, ഫ്ലവേഴ്സിന് 24ലേക്ക് വരിക, അങ്ങനെ ആയിരിക്കണം നമ്മുടെ ഒരു അല്ലേ രീതി. അതിൽ എന്നെ ഭയങ്കര ആശ്ചര്യപ്പെടുത്തിയ ഒരു കമന്റ് വിൻസിയുടേതാണ്. എന്താണ് വിൻസി പറയുന്ന, ഇവർ വരുന്ന സമയത്ത് ഒരുമിച്ചുള്ള ഒരു ഫോട്ടോ സ്ക്രീൻഷോട്ട് എടുത്ത് വെക്ക്, ഇടയ്ക്കിടെ നോക്കാലോ എന്ന്. അതെന്താണെന്ന് മനസ്സിലായില്ല. തന്നെ പറയട്ടെ. അപ്പോൾ നമുക്ക് അടുത്തൊരു പ്രേക്ഷകയെ നമുക്ക് നേരിട്ട് നമ്മുടെ സ്ക്രീനിലേക്ക് വിളിച്ചാൽ, നമ്മൾ നേരത്തെ പറയുന്നുണ്ടല്ലോ, അപ്പോൾ കുവൈറ്റിൽ നിന്നാണ് ആ പ്രേക്ഷക വരുന്നത്. സുബി ചേച്ചിയാണെന്ന് തോന്നുന്നു. ഹായ് സുബി ചേച്ചി, നമസ്കാരം, ഹാപ്പി ഓണം. ഓണാശംസകൾ. കുവൈറ്റിൽ നിന്ന് ഞായറാഴ്ചയായിരുന്നു, അപ്പൊ ഇന്ന് ഡ്യൂട്ടിക്ക് പോയില്ല എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ആദ്യം തന്നെ ചോദിക്കട്ടെ, ജോ അവിടെ കുവൈറ്റിൽ വർക്ക് ചെയ്യുന്നു എന്നുള്ള പ്രതീക്ഷയോടെയാണ് കേട്ടോ ഞാനിത് പറഞ്ഞത്. അതെ അതെ. എന്താ ചെയ്യുന്നു കുവൈറ്റിൽ? ഞാൻ നേഴ്സാ. ആരൊക്കെ ഉണ്ട് അവിടെ? ഓണമൊക്കെ ഇന്ന് എങ്ങനെ ഉണ്ടായിരുന്നു? നമുക്ക് അവിടെ ആവുമ്പോഴേക്ക് ഓണം സൂപ്പറായിരുന്നു. ഞങ്ങൾ അടിച്ചു പൊളിച്ചു. ഞങ്ങൾ ഫാമിലിയായിട്ട് കുവൈറ്റിലാണ്. നമ്മുടെ ഹോളിഡേ, പബ്ലിക് ഹോളിഡേ, നബിദിനമായിട്ട് ഓണം നന്നായിട്ട് ആഘോഷിക്കാൻ പറ്റി. രാവിലെ മുതൽ നിങ്ങളുടെ പ്രോഗ്രാം ഒക്കെ കാണുന്നുണ്ടായിരുന്നു. പോയോ? കണ്ടു. പോകാൻ അങ്ങനെ പറ്റിയില്ല. എന്റെ ഈ മോളെ നിങ്ങളുടെ ഫാനാണ്, രണ്ടുപേരുടെ. എന്താണ് മിടുക്കന്റെ പേര്? മോളാണോ മോനാണോ? മോളാണ്. ഓക്കെ, എന്താ മോളുടെ പേര്? അവിടെ മോളുടെ പേര് ഗ്രാൻവില്. ഓ, നൈസ് നെയിം. എന്താ വിളിക്കുന്നത്? ഞാൻ കേട്ടിട്ടില്ല പേര്. വീട്ടിൽ അന്നു എന്നാ വിളിക്കുന്നത്. അവള് ഭയങ്കര ഫാനാ. നിങ്ങളുടെ എല്ലാ ദിവസവും നിങ്ങളുടെ ഈ ഗുഡ് നൈറ്റ് ന്യൂസ് കണ്ടിട്ടേ കിടക്കും. ഗുഡ് നൈറ്റ് ന്യൂസ് കണ്ടിട്ടേ കിടക്കുള്ളൂ. സന്തോഷം. പ്രജിനെ ഇന്നലെ പകലൊക്കെ കണ്ടപ്പോഴും ആളിരുന്ന് മുഴുവൻ ഫുൾ ന്യൂസ് കാണുമായിരുന്നു. പ്രജിൻ ചേട്ടന്റെ ഭയങ്കര ഫാനാ. രണ്ടുപേരും ഒരാളെ ഒറ്റയ്ക്ക് കണ്ടു കഴിഞ്ഞാൽ പ്രജിത ചേച്ചി എന്തെന്ന് ചോദിക്കും. അതാണ്, അങ്ങനെ ഒത്തിരി പേര് ചോദിക്കുന്നുണ്ടെന്ന് പറയുന്നു. അപ്പോ ഇന്ന് എന്താണ് സദ്യയിൽ? പായസമൊക്കെ ഉണ്ടായിരുന്നോ? പായസം ഉണ്ടെന്ന് എനിക്ക് മൂത്തയാള് എന്ത് പായസാണെന്ന് കഴിച്ചത്? എന്തൊക്കെ പായസം ഉണ്ടായിരുന്നു എന്നൊക്കെ പറയാൻ അറിയോ? സേമിയ. അങ്ങോട്ട് വരട്ടെ എന്നാലേ, കുറച്ച് ബാക്കി ഉണ്ടോ തരാൻ? ഒരുപാട് നന്ദി. എനിക്ക് തോന്നി അവിടെ ടിവിയിലേക്ക് നോക്കുകയാണെന്ന്. അപ്പം ഇനിയും വിളിക്കുക, നമ്മുടെ പ്രോഗ്രാം കാണുക. നന്നുമോളെ അപ്പം മറക്കാതെ കാണട്ടെ ദിവസവും. അടുത്തയാള് നമുക്ക് കുട്ടികൾ പറയുന്നത് ക്ലിയർ ആവുന്നില്ല. ഓക്കെ, താങ്ക് യു സോ മച്ച് സുബി ചേച്ചി. ഒരുപാട് സന്തോഷം വിളിച്ചതില്. ഇപ്പൊ സുബിയാണ് കുവൈറ്റിൽ നിന്ന് വിളിച്ചത്. അപ്പോൾ നമുക്ക് ഒരുപാട് വാർത്തകളും വിശേഷങ്ങളിലേക്ക് ഇനി പോകാനുണ്ട്. ഒരു ചെറിയ ഇടവേള കൂടി വേണം. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഓണവിശേഷങ്ങളും റിപ്പോർട്ടുകളിലേക്കും. വെൽക്കം ബാക്ക് പ്രിയ പ്രേക്ഷകരെ. ഇതാ ഇപ്പോൾ വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്ത വരുന്നു, അതിലേക്കാണ് നമ്മൾ പോകുന്നത്. ആലപ്പുഴ വണ്ടാനം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ഡോക്ടറെ കയ്യേറ്റം ചെയ്തയാൾ അറസ്റ്റിൽ. തകഴി സ്വദേശി ഷൈജു ആണ് അറസ്റ്റിലായത്. തകഴിയിലെ വീട്ടിൽ നിന്നാണ് ഷൈജുവിനെ അറസ്റ്റ് ചെയ്തത്. മനീഷ് മഹിപാൽ നൽകും ആലപ്പുഴയിൽ നിന്നും കൂടുതൽ വിവരങ്ങൾ. മനീഷ്, ഈ ഡോക്ടറെ കയ്യേറ്റം ചെയ്ത കേസിലാണ് ഇപ്പോൾ ഈ ഒരു അറസ്റ്റ് ഉണ്ടായിരിക്കുന്നത്. വിവരങ്ങൾ എന്താണ്?
ഇതിന് ഇന്ന് വൈകിട്ട് 6:30യോടുകൂടി ഉണ്ടായ സംഭവത്തിലാണ് ഇപ്പോൾ അമ്പലപ്പുഴ പോലീസ് കേസെടുത്ത് ഈ പ്രതി ഷൈജുവിനെ തകഴിയിലെ വീട്ടിൽ നിന്നും പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുള്ളത്. ഡോക്ടർ അഞ്ജലിയാണ് ഇത് സംബന്ധിച്ച് അമ്പലപ്പുഴ പോലീസ് സ്റ്റേഷനിൽ പരാതി നൽകുകയും പിന്നീട് പോലീസ് ഇവരുടെ മൊഴി രേഖപ്പെടുത്തുകയും ചെയ്തു. ആശുപത്രിയിൽ വീട്ടിൽ മദ്യപിച്ച് വീട്ടിൽ നിന്നും ഇറങ്ങുന്ന സമയത്ത് സ്റ്റെപ്പിൽ നിന്ന് വീണ് തല പൊട്ടി അങ്ങനെ നെറ്റിയിൽ മുറിവുമായിട്ടാണ് ഇയാൾ ആശുപത്രിയിൽ എത്തുന്നത്. ആ സമയത്ത് അത്യാഹിത വിഭാഗത്തിൽ ഉണ്ടായിരുന്ന ഹൗസ് സർജൻ ആയിട്ടുള്ള ഡോക്ടർ അഞ്ജലിയാണ് ഈ നെറ്റിയിൽ തുന്നിക്കെട്ട് ചെയ്യുന്ന സമയത്താണ് ഇയാൾ 2 തവണ കൈ തട്ടി മാറ്റി. പിന്നീടാണ് ഇയാൾ കട്ടിൽ നിന്ന് എഴുന്നേറ്റ് കൈ പിടിച്ച് തിരിച്ചത്. പിന്നീട് അവിടെ നിന്നും മറ്റു ജീവനക്കാർ ഇയാളെ പിടിച്ചു മാറ്റിയ ആ സമയത്താണ് ഇയാൾ കടന്നു കളഞ്ഞത്. പക്ഷെ ഇത് സംബന്ധിച്ച് ഇയാൾ പറയുന്നത് അവിടെ വെച്ച് തന്നെ ഡോക്ടറോട് ക്ഷമാപണം നടത്തിയതാണ്. ജീവനക്കാർ പിടിച്ച് മാറ്റിയ സമയത്ത് താൻ അല്ലാതെ വീട്ടിലേക്ക് പോയത്. ആ സമയത്ത് ഡോക്ടർക്ക് ആദ്യഘട്ടത്തിൽ പരാതി ഇല്ലായിരുന്നു, പിന്നീടാണ് പരാതിയുമായി വന്നതെന്നാണ്. പക്ഷേ ഇയാൾ മദ്യപിച്ചിട്ടുണ്ടായിരുന്നു, അവിടെ പ്രശ്നം ഉണ്ടാക്കിയിരുന്നു എന്ന് ജീവനക്കാർ പറയുന്നു. ഈ അത്യാഹിത വിഭാഗത്തിന് തൊട്ടടുത്ത് തന്നെയാണ് പോലീസ് ഹെഡ് പോസ്റ്റ് ഉള്ളത്. പക്ഷെ അവിടെ നിന്നും ഇയാൾ കടന്നു കളഞ്ഞിട്ടും പോലീസ് ഇയാളെ പിടികൂടാൻ തയ്യാറായില്ല എന്ന ഒരു ആക്ഷേപം കൂടിയുണ്ട്. എന്താണെങ്കിലും ഇത് സംബന്ധിച്ച് ജാമ്യമില്ല വകുപ്പ് പ്രകാരമാണ് ഈ തകഴി സ്വദേശിയായിട്ടുള്ള ഷൈജുവിനെ പോലീസ് പിടികൂടിയിട്ടുള്ളത്. എന്താണെങ്കിലും അറസ്റ്റ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. നാളെ കോടതിയിൽ ഹാജരാക്കുമെന്നും പോലീസ് അറിയിക്കുന്നു. പ്രജിൻ പ്രവിത. ശരി, മനീഷ് മഹിപാലാണ് വിവരങ്ങൾ പങ്കുവച്ചത്. അപ്പോൾ നേരത്തെ പറഞ്ഞത് നമ്മുടെ ഓണത്തിൻ്റെ റിപ്പോർട്ടുകളിലേക്ക് പോവുകയാണ്. തിരുവോണ നിറവിലാണ് ഇന്ന് മലയാളികൾ ഉണ്ടായത്. പൂവിളിയും പൂക്കളവും സദ്യവട്ടങ്ങളുമായ വീടുകളും ക്ലബ്ബുകളും എല്ലാം ആഘോഷ വേദിയായി മാറുന്ന കാഴ്ചയും നമ്മൾ കണ്ടു. ബന്ധുവീടുകളിലെ വിരുന്നും തലമുറകളുടെ ഒത്തുചേരലുമൊക്കെയായി ഈ സന്ധ്യയും ആഹ്ലാദ തിമിർപ്പിലായിരുന്നു. ഓണം പോലെ മറ്റൊന്നുണ്ടോ മലയാളിക്ക്? ഏത് വിഷമത്തെയും അതിജയിക്കുന്ന മനുഷ്യരെ ചേർത്ത് പിടിച്ച് കളർഫുൾ ഓണം. കർക്കിടകത്തിന്റെ ഇല്ലായ്മക്കാലം മറന്ന് ചിങ്ങവെയിലിന്റെ മന്ദഹാസം നിറയുന്ന തിരുവോണം മലയാളി അടിച്ചു പൊളിച്ചു. നമ്മളിന്ന് ഉച്ച തൊട്ട് ഇവിടെ വലിയ ആഘോഷങ്ങളാണുള്ളത്. എന്തായാലും ആഘോഷങ്ങൾ ഇന്നില്ലാത്ത നാടിന്റെ ഒരു വിഷമഘട്ടത്തില് നമ്മൾ അതും കൂടി ഓർമ്മയിൽ കൊണ്ടുവന്നുകൊണ്ട് വയനാടിന്റെ ഈ ഒരു ദുരിത സമയത്ത് അവർക്കും കൂടി സഹായം എത്തിക്കുന്ന രീതിയിലാണ് ഈ പരിപാടി അറേഞ്ച് ചെയ്തിരിക്കുന്നത്. പ്രകൃതിയൊരുക്കിയ സ്വീകരണ പന്തലിലേക്ക് മാവേലി മന്നന്റെ മാസ് എൻട്രി. ഇല്ലായ്മക്കാരനെ ചേർത്ത് പിടിച്ച ആഘോഷങ്ങൾക്ക് നിറം പകരുന്ന മലയാളി. ഏറെക്കാലത്തിനു ശേഷം വീട്ടിൽ ഒത്തുകൂടിയതിന്റെ സന്തോഷത്തിൽ കുറെ മനുഷ്യർ. പൂക്കളമിട്ടും പാട്ടുപാടിയും സദ്യ കഴിച്ചും ആഘോഷം കെങ്കേമമാക്കി. നാട്ടിൻപുറങ്ങളും നഗരങ്ങളും ആഘോഷവേദികളായി. ക്ലബ്ബുകൾ കേന്ദ്രീകരിച്ച് ഓണക്കളികളും ആൾക്കൂട്ടവുമായി വൈബോണം. കള്ളവും ചതിയും പൊളിവചനവുമില്ലാത്ത നല്ല കാലത്തിന്റെ സ്മരണയിൽ മലയാളി ഓണം ആഘോഷിച്ചു. 24 തിരുവനന്തപുരം. അപ്പോൾ എല്ലാവരും കുടുംബത്തോടൊപ്പം സുഹൃത്തുക്കളോടൊപ്പം ഒക്കെ ഇങ്ങനെ ഓണം ആഘോഷിച്ചപ്പോൾ ഞങ്ങൾ ഈ 24-ലെ എല്ലാവരും കൂടി ഒരുമിച്ചാണ് ഓണം ആഘോഷിച്ചത്. പതിവ് പോലെ 24-ഉം ഓണാഘോഷം അങ്ങനെ കളറാക്കിയിരുന്നു. ആട്ടവും പാട്ടും ഒക്കെയായി മണിയുടെ 12K വിസ്താര സ്റ്റുഡിയോയിൽ നിന്നായിരുന്നു മോർണിംഗ് ഷോ സംപ്രേഷണം ചെയ്തത്. അത് പ്രേക്ഷകർ കണ്ടിട്ടും ഉണ്ടാകും. അതെ, അപ്പോൾ ആ കാഴ്ചകളിലേക്കൊക്കെ ഒന്നുകൂടി നമുക്കൊന്ന് പോവാം. അപ്രതീക്ഷിത ചില ഓണ സമ്മാനങ്ങളും ഒക്കെയായി 24 പ്രതിനിധികൾ പ്രേക്ഷകരുടെ വീടുകളിലും എത്തിയിരുന്നു. ആ കാഴ്ചകളിലേക്ക് നമുക്ക് ഒന്നുകൂടി പോവാം. ഫ്ലവേഴ്സിന്റെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും തിരുവോണ ദിന ആശംസകൾ. ഓണാഘോഷത്തിന് തിരികൊളുത്തിക്കൊണ്ട് രാവിലെ 7 മണിക്ക് തന്നെ മണിയുടെ 12K വിസ്താര സ്റ്റുഡിയോയിൽ അവതാരപ്പുലികൾ അണിനിരന്നു. പിന്നെ ആർപ്പോ ഇറോ പ്രശസ്ത അവതാരകൻ പപ്പടം കാച്ചുന്നു. പാചകം തുടങ്ങി ഉന്മേഷിന്റെ തിരുമലാണ് ഇപ്പൊ കണ്ടുകൊണ്ടിരിക്കുന്നത്. ചീഫ് എഡിറ്റർ ആർ ശ്രീകണ്ഠൻ നായർ നേതൃത്വം നൽകി. വാർത്തകളുടെ ഗൗരവമില്ലാതെ അവതാരകരുടെ ഒത്തുചേരൽ. ഉറങ്ങിക്കിടന്ന ഗായകരും നർത്തകരുമൊക്കെ അരങ്ങ് തകർത്തു. ആഘോഷങ്ങൾക്ക് രുചി പകർന്ന് 24 ഫ്ലവേഴ്സ് ഓഫീസുകളിൽ ഓണസദ്യയും ഒരുക്കിയിരുന്നു. അതിനിടെ അപ്രതീക്ഷിതമായി പ്രേക്ഷകരുടെ വീടുകളിലേക്ക്
24ന്റെ ഓണസമ്മാനം. ക്യൂ സ്പൈസസിന്റെ സമ്മാന കിറ്റ് 24 പ്രതിനിധികൾ നേരിട്ടെത്തി കൈമാറി. ഇത് ക്യൂ സ്പൈസസിന്റെ ഒരു ഓണസമ്മാനമാണ്. 24 ക്യൂ സ്പൈസസും നൽകുന്ന ചെറിയൊരു സമ്മാനം. തിരക്കുകൾക്കിടയിലും ന്യൂസ് ഡെസ്കും ബ്യൂറോകളുമെല്ലാം ഓണം ആഘോഷമാക്കി. ന്യൂസ് ഡെസ്ക് 24. യെസ്, വീണ്ടും നമ്മുടെ പ്രേക്ഷകരുടെ കമന്റ്സിലേക്ക് വന്നു കഴിഞ്ഞാൽ അല്ലമീൻ തങ്ങൾപ്പടി വീണ്ടും കമന്റുമായി വരുന്നു. പ്രജിൻ ആൻഡ് പ്രവിത. തീർച്ചയായിട്ടും പ്രവീൺ ആൻഡ് പ്രജിത ഇട്ടിരിക്കുന്നത്. ഇത് പ്രജിൻ ആൻഡ് പ്രവിതയാണ്. നാളെ നബിദിനമാണ്. രണ്ടുപേരും നാളെ മധു സോങ് പ്രിപ്പയർ ചെയ്ത് വരുമെന്ന് പ്രതീക്ഷിക്കുന്നു. വരില്ലേ? നമ്മൾ ട്രൈ ചെയ്യാം അല്ലമീൻ. അപ്പോൾ നാളെ നബിദിനമായതുകൊണ്ട് തന്നെ എല്ലാ വിശ്വാസികൾക്കും ഈ രീതിയിൽ നബിദിന ആശംസകൾ നേരുകയാണ് നമ്മുടെ ഭാഗത്തുനിന്നും. റീന സതീശൻ ചോദിക്കുന്നു, പ്രവി സദ്യവട്ടങ്ങൾ കൂടിപ്പോയതാണോ, പായസം കുടിച്ചത് അധികമായതാണോ എന്നറിയില്ല. ഉറക്കം മിഴികളെ തഴുകാൻ വെമ്പൽ കൊള്ളുന്നു. ഇന്നത്തെ 24 സദ്യ എങ്ങനെയുണ്ടായിരുന്നു? സദ്യ സൂപ്പറായിരുന്നു. നമ്മൾ സദ്യ ഒരുക്കുന്ന വിഷ്വൽസ് ഒക്കെ പ്രേക്ഷകർ കണ്ടിട്ടുണ്ടാവുമല്ലോ. അതിൻ്റെ ഇടയിൽ നമ്മുടെ ഡാൻസ് ഉണ്ടായിരുന്നു, പ്രജൻ്റെ പാട്ടുണ്ടായിരുന്നു. അങ്ങനെ എല്ലാം കൊണ്ടും ഭയങ്കര രസമായിരുന്നു ഓണം. പൊതുവേ 24ലെ ഓണം എന്ന് പറയുന്നത് എല്ലാവരും കൂടി ഒരുമിച്ചാകുമ്പം നമ്മൾ സമയം പോകുന്നത് അറിയില്ല. യെസ്, അറ്റ്ലസ് പ്രധാൻ എന്ന് പറയുന്ന ഒരു ഐഡിയ എന്നൊരു കമന്റ് വരുന്നു. ഞാനിപ്പോൾ ബാങ്കോക്കിലാണ്, ഫുട്ബോൾ ട്രെയിനിങ്ങിന് വേണ്ടി വന്നതാണെന്ന് പറയുന്നു. നാളെ ഫിൻലൻഡിലേക്ക് പോകും. ഓ ഗ്രേറ്റ്. രാത്രി 12:30 ആണ് ഫ്ലൈറ്റ്. ഇനി ഫിൻലൻഡിലെത്തിയിട്ട് കാണാം. താങ്ക് യു പ്രജിൻ, പ്രവിത മാഡം എന്ന് പറയുന്നു. അപ്പോൾ എൻ്റെ നെയിം ഒന്ന് പറയാമോ പ്ലീസ്? റയാൻ പറഞ്ഞു. റയാൻ. വർഗീസ് MJ പറയുന്നു, ഓണമായാലും ഏത് ആഘോഷമായാലും ജീവിതം ഒറ്റയ്ക്ക് മുന്നോട്ട് നീക്കുന്നു. വല്ലതുമൊക്കെ കഴിച്ചാൽ കഴിച്ചു. അനുഭവങ്ങളുടെ ഗുരുകുലത്തിൽ പലതും പഠിക്കുന്നു. അങ്ങനെ ഇങ്ങനെയൊന്നും എന്നെ തോൽപ്പിക്കാനാകില്ല മക്കളെ. ഇത് പണ്ടത്തെ നമ്മുടെ വടക്കൻ വീരഗാഥയിലെ ചന്തുവിൻ്റെ ഡയലോഗാണോ? ചന്തുവിനെ തോൽപ്പിക്കാൻ കഴിയില്ല മക്കളെ എന്നാണോ വർഗീസ് MJ? എന്താണ് അങ്ങനെ ഒരു പോസിറ്റിവിറ്റി ഇല്ലാതെ? പോസിറ്റീവാണല്ലോ അല്ലേ? പോസിറ്റിവിറ്റിക്ക് കുറവൊന്നുമില്ല. പോസിറ്റീവായിട്ട് ജീവിതം മുന്നോട്ട് പോകുന്നു എന്ന് തന്നെയാണ് പറയുന്നത്. പക്ഷേ വല്ലതുമൊക്കെ കഴിച്ചാൽ കഴിക്കില്ല, അങ്ങനെയല്ല. നമ്മൾ കാര്യമായിട്ടൊക്കെ ഒന്ന് കഴിക്കണം അല്ലേ? ജിജിത PK, എൻ്റെ നെയിം നിതാൽ. ഒരു ഹായ് തരുമോ? ഹായ് നിതാൽ. അങ്ങനെ ഫായിസ് ചോദിക്കുന്നു, പ്രജൻ പ്രവിത നാളെ ഓണസദ്യ വീട്ടിലാണോ സ്റ്റുഡിയോയിലാണോ എന്ന്? നാളെ വീട്ടിലാണ് ആവാനാണ് സാധ്യത. സദ്യ ഒന്നും ഉണ്ടാവില്ല, പക്ഷേ ഉച്ചയ്ക്കുള്ള ഭക്ഷണം വീട്ടിൽ നിന്നായിരിക്കും. യെസ്, ദേവികാദേവി പറയുന്നു, തിരിച്ചും ആശംസകൾ നമുക്ക് തരുന്നുണ്ട്. അപ്പം ഓണം ഇല്ലായിരുന്നു, സുഖം ഒഴിഞ്ഞിട്ട് വേണ്ടേ? എന്തു പറ്റി ദേവിക? ഞാൻ ടോപ്പ് സിംഗർ കണ്ടുകൊണ്ട് വെറുതെ അങ്ങനെ കിടന്നു എന്ന് പറയുന്നത്. ആ ടോപ്പ് സിംഗറിൻ്റെ വിജയികളെയൊക്കെ പ്രഖ്യാപിക്കുന്ന ഒരു സമയം കൂടിയാണ്. അതിൻ്റെ വിശദാംശങ്ങളിലേക്ക് നമ്മൾ അല്പസമയത്തിനകം കടക്കുകയും ചെയ്യും. അപ്പോൾ ഒരുപാട് നാളുകളായി ആരാണ് വിന്നാവുക എന്നൊക്കെ ഇങ്ങനെ നമ്മുടെ പ്രേക്ഷകർ, ഒരുപാട് ടോപ്പ് സിംഗറിന് ഒരുപാട് പ്രേക്ഷകരുണ്ടെന്ന് നമുക്കറിയാം. അപ്പോൾ അവരൊക്കെ ഇങ്ങനെ വെയിറ്റ് ചെയ്യായിരുന്നു. അങ്ങനെ സീസൺ 4ലെ വിജയികളെ പ്രഖ്യാപിക്കുന്നു. ദ്രൗപദി സുരേഷാണ് ടോപ്പ് സിംഗർ, ഫ്ലവേഴ്സ് ടോപ്പ് സിംഗർ സീസൺ 4ലെ വിജയിയായിട്ട് വന്നിരിക്കുന്നത്. അങ്ങനെ മറ്റ് സ്ഥാനങ്ങളിൽ ആരൊക്കെ എന്നുള്ള വിവരങ്ങളൊക്കെ അല്പസമയത്തിനകം പ്രേക്ഷകരിലേക്ക് നമ്മൾ എത്തിക്കുകയും ചെയ്യും വിശദമായി. അപ്പോൾ നമുക്കൊരു ചെറിയ ഇടവേള വേണം അല്ലേ? ഇടവേള കഴിഞ്ഞാൽ ഒരു സ്പെഷ്യൽ സ്റ്റോറിയിലേക്ക് നമ്മൾ പോകും. സ്പെഷ്യൽ സ്റ്റോറി അല്ല, ഇന്ന് അല്പസ്വല്പം നമ്മളെ ഒന്ന് ആശങ്കപ്പെടുത്തിയ ഒരു സംഭവം അങ്ങ് കോഴിക്കോട് പേരാമ്പ്രയിൽ ഉണ്ടായിരുന്നു. കുറേ മണിക്കൂറുകൾ നമ്മളിട്ട് വട്ടം കറക്കിയ ഒരാൾ, അയാളെക്കുറിച്ചാണ്. പിന്നീട് അവസാനം എങ്ങനെയൊക്കെയോ രക്ഷപ്പെട്ടു നമ്മൾ. 24 എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും സ്വാഗതം. ഗുഡ് നൈറ്റ് വിത്ത് പ്രജൻ ആൻഡ് പ്രവിത തുടരുകയാണ്. അപ്പോൾ നമ്മൾ മുൻപ് പറഞ്ഞത് ഫ്ലവേഴ്സ് ടോപ്പ് സിംഗറുമായി ബന്ധപ്പെട്ട റിപ്പോർട്ടിനെ കുറിച്ചാണ്. അങ്ങനെ ടോപ്പ് സിംഗർ സീസൺ 4 കിരീടം ദ്രൗപദി സുരേഷിന് ലഭിച്ചിരിക്കുകയാണ്. ദേവാനന്ദ രാജീവിനാണ് 2ാം സ്ഥാനം. അബിൻ കൃഷ്ണ KP 3ാം സ്ഥാനവും കൃഷ്ണ VS 4ാം സ്ഥാനവും സനിക സന്തോഷ് 5ാം സ്ഥാനവും കരസ്ഥമാക്കി. ഭീമ ഗോൾഡിന്റെ 15 ലക്ഷം രൂപയുടെ സ്വർണമാണ് വിജയ്ക്ക് സമ്മാനമായി ലഭിക്കുക. ആ പ്രഖ്യാപന മുഹൂർത്തത്തിലേക്ക് ഒരിക്കൽ കൂടി. ഗഡാഗഡി ട്രോഫി ശ്രീ മോഹൻലാൽ സമ്മാനിക്കുന്നു. നമ്മുടെ ടോപ്പ് സിംഗറിന്റെ എവർ റൗണ്ടിംഗ് ട്രോഫി കൊടുക്കാനായിട്ട് നമ്മുടെ സീതാലക്ഷ്മി, ശ്രീമൻ ആൻഡ് നിവേദ്യ കുട്ടി നമ്മുടെ ടോപ്പ് സിംഗറിന്റെ ടൈറ്റിൽ വിന്നേഴ്സ് ആണ്. സാക്ഷി കൊടുക്കാനായിട്ട് നമ്മുടെ ഏറ്റവും
ഭീമ ജുവൽസ്. ഭീമ ജുവൽസിന്റെ ചെയർമാൻ ബി ബിന്ദുമാധവും അതുപോലെ ഭീമ ജുവൽസിന്റെ മാനേജിംഗ് ഡയറക്ടർ അഭിഷേക് ബിന്ദുമാധവും ചേർന്ന് 15 ലക്ഷം രൂപയുടെ സ്വർണ്ണ സമ്മാനം ഗോൾഡ് മെഡൽ ഷിബു തെക്കമ്പുറം സമ്മാനിക്കുന്നു. ആൻഡ് സൈറ്റേഷൻ നമ്മുടെ സ്വന്തം ഉഷ മാം. സർട്ടിഫിക്കറ്റ് കൊടുക്കാനായിട്ട് നമ്മുടെ എല്ലാവരുടെയും ഏറ്റവും പ്രിയപ്പെട്ട സിന്ധു ചേച്ചിനെ വെൽക്കം ചെയ്യാണ്. യെസ്, അപ്പോൾ അങ്ങനെ ലോകത്തെമ്പാടും ലക്ഷക്കണക്കിന് ആരാധകരുള്ള ഒരു റിയാലിറ്റി ഷോ ഫ്ലവേഴ്സ് ടോപ്പ് സിംഗർ അതിന്റെ സീസൺ 4 കിരീടം ദ്രൗപദി സുരേഷിന് ലഭിച്ചിരിക്കുകയാണ്. ഒരുപാട് നാളത്തെ കാത്തിരിപ്പിനൊടുവിലാണ് ആ പ്രഖ്യാപനം ഉണ്ടായിരിക്കുന്നത്. നടൻ വിസ്മയം മോഹൻലാലിന്റെ സാന്നിധ്യത്തിലാണ് ആ പ്രഖ്യാപനം ഉണ്ടായതും വിജയിക്ക് 1ാം സമ്മാനമായി ലഭിച്ച തുകയും ഒക്കെ കൈമാറിയത്. ഒപ്പം കിരീടവും എല്ലാ കിരീടധാരണവും എല്ലാം നടന്നത് അവിടെ വെച്ചാണ്. അങ്ങനെ ഒരു സീസൺ കൂടി പൂർത്തിയാവുന്നു. അപ്പോൾ അടുത്ത സീസണിലേക്ക് ഇനി ആര് എന്ന ചോദ്യവുമൊക്കെ പ്രേക്ഷകരിൽ ഇങ്ങനെ ആകാംക്ഷ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. അടുത്ത ഘട്ടത്തിൽ എങ്ങനെയാണ് ഫ്ലവേഴ്സ് ടോപ്പ് സിംഗർ ഉണ്ടാവുക എന്നൊക്കെയുള്ള ചോദ്യം ഇപ്പോഴേ ഓഡിഷനൊക്കെ ഒരുമാതിരി കഴിഞ്ഞു എന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ അത് മാത്രമല്ല, ഇനിയും കൂടുതൽ മിടുക്കരായിട്ടുള്ള കൂടുതൽ സംഗീത ജ്ഞാനമുള്ള കുട്ടികളൊക്കെ ഉണ്ട്. അപ്പം ടോപ്പ് സിംഗർ സീസൺ 5 പ്രേക്ഷകർ കാത്തിരിക്കുക. ഞെട്ടിക്കുന്ന ഒരുപാട് പെർഫോമൻസ്, പുതിയ പ്രതിഭകൾ ഉണ്ടാവട്ടെ. നമ്മൾ മുൻപ് പറഞ്ഞ റിപ്പോർട്ടിലേക്കാണ്. ഒരാൾ നമ്മളെ വട്ടം ചുറ്റിച്ച കാര്യം പറഞ്ഞല്ലോ. വട്ടം ചുറ്റിച്ചത് നമ്മളെ അല്ല, കോഴിക്കോടുള്ള പേരാമ്പ്രയിലുള്ള നാട്ടുകാരെയാണ്. അവിടെ ജനവാസ മേഖലയിൽ ഇറങ്ങിയ കാട്ടാന മണിക്കൂറുകൾ ആണ് അവിടെ ഭീതി പരത്തിയത്. എന്തായാലും മണിക്കൂറുകൾ നീണ്ട പരിശ്രമത്തിനൊടുവിൽ കാട്ടിലേക്ക് ഈ ആനയെ തുരത്താൻ സാധിച്ചു. ആന പിണ്ടപ്പാറപ്പുഴ കടന്ന് കാട്ടിലേക്ക് മടങ്ങുകയായിരുന്നു. മേഖലയിൽ നിരീക്ഷണം തുടരുമെന്ന് ഉദ്യോഗസ്ഥ സംഘം വ്യക്തമാക്കി. എന്തായാലും കുറേ മണിക്കൂറുകൾ അവിടുത്തെ നാട്ടുകാരെ വെള്ളം കുടിപ്പിച്ചു. അങ്ങോട്ടും ഇങ്ങോട്ടും ഓടി ബഹളമുണ്ടാക്കി, കരഞ്ഞ് ഓടുന്നൊക്കെ ആനയൊക്കെ നമ്മൾ കണ്ടു. കുറേ സമയം ഭയങ്കര ഭീതിയായിരുന്നു. എന്തായാലും ആർക്കും വലിയ പ്രശ്നങ്ങളൊന്നുമില്ല. ആന കാട് കയറിപ്പോയി. ഇന്ന് പുലർച്ചെയാണ് ആന ജനവാസ മേഖലയിലെത്തിയത്. തുടർന്ന് പേരാമ്പ്ര ബൈപ്പാസിനോട് ചേർന്ന കുന്നിൻ മുകളിൽ ഏറെ നേരം തമ്പടിച്ചു. ഉച്ചയ്ക്ക് 12:30 കുന്നിറങ്ങിയ ആന മേഖലയാകെ ഭീതി പരത്തി. പള്ളിത്താഴെ, കിഴക്കേ പേരാമ്പ്ര എന്നിവിടങ്ങളിലൂടെ ഓടിയ കാട്ടാനയ്ക്ക് പുറകെ നാട്ടുകാർ ഓടിയതോടെ ആശങ്ക വർദ്ധിച്ചു. പിന്നീട് ആന വന്ന വഴി തന്നെ തിരിച്ചു പോകുവാനായി വനംവകുപ്പ് തടസ്സങ്ങളില്ലാതെ വഴിയൊരുക്കി. കോഴിക്കോട് DFO ആഷിഖിന്റെ നേതൃത്വത്തിലാണ് ആനയെ തുരത്തിയത്. മുകളിൽ കയറി കഴിഞ്ഞ് രാവിലെ രാവിലെ തന്നെ എന്ത് ചെയ്തിട്ടുണ്ട്, ഭക്ഷണം കഴിക്കുന്നത് അത് മറ്റേ മുളക് പൊട്ടിച്ച് കഴിക്കുന്നതാണ് ആളുകൾ കണ്ടത്. ഇപ്പോൾ എന്തായിട്ടുണ്ട്, ഒരു പ്രാവശ്യം അത് ഇങ്ങോട്ട് ഇറങ്ങി ഓടിയാരോ അതിൽ മറ്റേ ഫോറസ്റ്റിലൊരു ഉദ്യോഗസ്ഥൻ വീണിട്ട് ചെറിയൊരു പരിക്ക് പറ്റിയിട്ടുണ്ട്. ഇപ്പോൾ എല്ലാവരും മുകളിൽ തന്നെയുള്ള ആളുകൾ അങ്ങോട്ട് കടത്തി വിടുന്നില്ല. പട്ടാണിപ്പാറ ഭാഗത്തേക്ക് നീങ്ങിയ കാട്ടാന പിണ്ടപ്പാറപ്പുഴ കടന്നാണ് കാട്ടിലേക്ക് പോയത്. കാട്ടാന ഇനിയും തിരിച്ചു വരുമോ എന്ന ആശങ്കയിലാണ് നാട്ടുകാർ. 24 കോഴിക്കോട്. യെസ്, അപ്പോൾ വളരെ എന്താണ് പറയുക, ആശ്വാസമായൊരു വാർത്തയായിരുന്നു അത്. മറ്റൊരു പോസിറ്റീവായിട്ടുള്ള വാർത്തയാണ്, നമുക്കൊരുപാട് സന്തോഷമുള്ള വാർത്തയാണ് ഇനി നമ്മൾ പറയാൻ പോകുന്നത്. വയനാടിന് കരുതലേകാൻ 24 വയനാട് ജില്ലാ പ്രേക്ഷക സമ്മേളനത്തിൽ പ്രഖ്യാപിച്ച ഒരുപാട് വാഗ്ദാനങ്ങളുണ്ടായിരുന്നു. ആ സഹായങ്ങളൊക്കെ ഇന്ന് ഈ തിരുവോണ ദിനത്തിൽ വിതരണം ചെയ്യാൻ കഴിഞ്ഞു എന്നുള്ളത് നമുക്കൊരുപാട് സന്തോഷവും ആശ്വാസവും ഒക്കെ ഉള്ളൊരു കാര്യമായിരുന്നു. കൽപ്പറ്റയിലെ 24 ജില്ലാ ബ്യൂറോയ്ക്ക് സമീപമായിരുന്നു ഈ ചടങ്ങ് നടന്നത്. 10 പേർക്കായിരുന്നു സഹായ വിതരണം. മുണ്ടക്കൈ ചൂരൽമല ദുരന്തത്തിലെ അതിജീവിതർക്ക് വയനാട് പ്രേക്ഷക ജില്ലാ സമ്മേളനത്തിൽ നൽകിയ ഉറപ്പാണ് ഇന്ന് തിരുവോണ സമ്മാനമായി 24 എത്തിച്ചത്. തയ്യൽ തൊഴിലാളികളായ പൊന്നനും സത്യനും MI പ്ലൈ മാനേജിംഗ് ഡയറക്ടർ A അബ്ദുൽ അസീസ് ആരിഫ് നൽകിയ തയ്യൽ മെഷീനുകൾ ചടങ്ങിൽ കൈമാറി. 24 പരിപാടികൾ വെച്ചതിലേ വളരെയധികം സന്തോഷം, സ്ഥാനങ്ങൾ കിട്ടിയതിനോടും. ഇപ്രാവശ്യം ഓണം, കഴിഞ്ഞ ഓണം ഇപ്രാവശ്യത്തെ ഓണമായിട്ട് ഒരുപാട് സങ്കടങ്ങളുണ്ട്. എങ്കിലും ഇവിടെ വന്നപ്പോൾ കുറച്ച് സങ്കടങ്ങൾ മാറിയിട്ടുണ്ട്. കുറച്ച് പേർ കണ്ട് കുറച്ച് ചിരിച്ചു. ഒരു ചെറിയൊരു സന്തോഷം, വളരെയധികം സന്തോഷമുണ്ട്. മുണ്ടക്കൈ സ്വദേശിയായ സഫ്വാൻ എന്ന യുവാവിന് സ്പർശ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് സ്പോൺസർ ചെയ്ത ലാപ്ടോപ്പ് നൽകി. മൂന്ന് വിദ്യാർത്ഥികൾക്ക് പഠനാവശ്യത്തിനുള്ള ലാപ്ടോപ്പുകളും ഫ്ലവേഴ്സ് ചാരിറ്റബിൾ സൊസൈറ്റിയും 24 കണക്റ്റും കൈമാറി. മറ്റൊരു വിദ്യാർത്ഥിക്ക് പഠനാവശ്യത്തിന് മൊബൈൽ ഫോണും നൽകി.
ചൂരൽമല സ്വദേശിയായ പ്രതീഷിന് ജീവനോപാധിയായ വെൽഡിംഗ് മെഷീനാണ് കൈമാറിയത്. രണ്ട് കുട്ടികൾക്ക് സൈക്കിളുകളും നൽകി. ദുരന്തത്തിനിരയായവർക്ക് എന്റെ കുടുംബം വയനാടിനൊപ്പം പദ്ധതിയുടെ ഭാഗമായി 24ന്റെ പഠന സഹായ പ്രഖ്യാപനങ്ങൾ അടുത്ത ദിവസം പൂർത്തീകരിക്കും. 24 വയനാട്. അപ്പോൾ അത് എന്തായാലും അവർക്കും ആശ്വാസമാവുന്നു, നമുക്കും സന്തോഷം. അങ്ങനെ ഇന്ന് ചെയ്യാൻ കഴിഞ്ഞില്ല ആ വാഗ്ദാനങ്ങളെല്ലാം. അതിൽ പ്രധാനപ്പെട്ടത് ഒക്കെ ഇനിയും ഉണ്ട്. അത്തരം കാര്യങ്ങളിലേക്ക് നമ്മൾ നടപടിക്രമങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്ന സഹായങ്ങൾ ഇന്ന് തന്നെ അത് വിതരണം ചെയ്യാൻ കഴിഞ്ഞു എന്നുള്ളതാണ്. ഒരു കമന്റ് രേണുക സുബ്രൻ പറയുന്നു, പ്രവി TV കംപ്ലൈന്റ് ടോപ്പ് സിംഗർ വിജയയുടെ ഫോട്ടോ കാണിക്കുമോ എന്ന് ചോദിക്കുന്നുണ്ട്. രേണുക ചേച്ചി, ഇനി ഇപ്പോൾ TV കംപ്ലൈന്റ് ആണെങ്കിലും കുഴപ്പമില്ല. അതാ ഇന്ന് മുതൽ ഫ്ലവേഴ്സ് ചാനലിന്റെ കാഴ്ച വസന്തം ലൈവായി യൂട്യൂബിലും എത്തുകയാണ്. ഇന്ന് രാവിലെ 24ന്റെ അവതാരപ്പുലികളിൽ നടൻ ആസിഫ് അലിയാണ് ഔദ്യോഗിക ലോഞ്ചിങ് നിർവഹിച്ചത്. ഇതുമായി ബന്ധപ്പെട്ട് എങ്ങനെയാണ് ഇതൊക്കെ ഇത് യൂട്യൂബിൽ ലഭ്യമാകുന്നതെന്നൊക്കെ പ്രേക്ഷകർക്ക് അറിയണ്ടേ? ആ റിപ്പോർട്ടിലേക്കാണ് നമ്മൾ ഇനി പോകുന്നത്. ഫ്ലവേഴ്സ് ചാനൽ ഇനി മുതൽ യൂട്യൂബിലും ലൈവായി ലഭ്യമാകും. ചലച്ചിത്ര താരം ആസിഫ് അലിയാണ് ഔദ്യോഗിക ലോഞ്ചിങ് നിർവഹിച്ചത്. ഇന്നു രാവിലെ 24ന്റെ അവതാരപ്പുലികളിലാണ് ചീഫ് എഡിറ്റർ ആർ ശ്രീകണ്ഠൻ നായർക്കും അവതാരകർക്കുമൊപ്പം ചേർന്ന് ആസിഫ് അലിയുടെ പ്രഖ്യാപനം. ഫ്ലവേഴ്സ് ചാനലും ഇനി യൂട്യൂബിലും നിങ്ങൾക്ക് എല്ലാവർക്കും ലോകത്തെവിടെയുള്ള മലയാളികൾക്കും ഒരു എന്താ പറയുക ഏറ്റവും അടുത്ത് അല്ലെങ്കിൽ ഏറ്റവും ഈസി ആക്സസിബിളായ യൂട്യൂബിലൂടെ ഇനി കാണാൻ പറ്റും. ഇത് നിങ്ങൾക്ക് സമർപ്പിക്കുന്ന ഒരു വലിയ കടമ എന്നെ ഏൽപ്പിച്ച 24 ന്യൂസിന് ഒരുപാട് നന്ദി. ഫ്ലവേഴ്സ് പ്രൈം അംഗത്വമെടുക്കുന്നവർക്ക് ഫ്ലവേഴ്സ് പ്രോഗ്രാമുകളും എക്സ്ക്ലൂസീവ് പ്രൊഡക്ഷനുകളും ലൈവായി തന്നെ കാണാനാകും. ഫ്ലവേഴ്സ് പ്രൈം മെമ്പർഷിപ്പ് എടുക്കുന്നതിനായി ഫ്ലവേഴ്സിന്റെ ഔദ്യോഗിക യൂട്യൂബ് ചാനലായ ഫ്ലവേഴ്സ് കോമഡി സന്ദർശിച്ച് സബ്സ്ക്രൈബ് ബട്ടന് അടുത്തുള്ള ജോയിനിൽ ക്ലിക്ക് ചെയ്യുകയാണ് വേണ്ടത്. അപ്പോൾ പേയ്മെന്റ് അടയ്ക്കാനുള്ള വിൻഡോ കാണാം. ക്രെഡിറ്റ് കാർഡോ ഡെബിറ്റ് കാർഡോ ഉപയോഗിച്ച് പേയ്മെന്റ് നടത്താം. പ്രതിമാസ നിരക്ക് 29 രൂപ മാത്രം. പേഴ്സണൽ അക്കൗണ്ട് വഴി മാത്രമായിരിക്കും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ കഴിയുക. മെമ്പർഷിപ്പ് എടുത്തവർക്കുള്ള എക്സ്ക്ലൂസീവ് വീഡിയോസ്, തത്സമയ സ്ട്രീമുകൾ, ഏറ്റവും പുതിയ പ്രോഗ്രാമുകൾ എന്നിവ ആദ്യം തന്നെ അംഗങ്ങൾക്ക് ലഭ്യമാകും. ഒപ്പം ഷോർട്സുകളും പ്രത്യേക വീഡിയോസും കാണാനാകും. ന്യൂസ് ഡെസ്ക് 24. ഇപ്പോൾ ഫ്ലവേഴ്സ് ലൈവ് എങ്ങനെയാണ് യൂട്യൂബിൽ കാണാൻ പറ്റുന്നതെന്ന് വിശദമായി തന്നെ പ്രേക്ഷകരോട് ഞങ്ങൾ പറഞ്ഞു കഴിഞ്ഞു. അപ്പോൾ ഇനി താമസിക്കേണ്ട, ഫ്ലവേഴ്സിലെ ഒരു പ്രോഗ്രാമും നമുക്ക് മിസ്സാവില്ല. ഹാപ്പി ബർത്ത്ഡേ ടു യു, ഹാപ്പി ബർത്ത്ഡേ ടു യു, ഹാപ്പി ബർത്ത്ഡേ ഡിയർ നിഷാദ്, ഹാപ്പി ബർത്ത്ഡേ ടു യു. നിഷാദിൻ്റെ ബർത്ത്ഡേ ആണ്. എനിക്ക് തോന്നുന്നു കഴിഞ്ഞ ആഴ്ച തന്നെ നിഷാദ് പറഞ്ഞിരുന്നു 15-ാം തീയതി എൻ്റെ ബർത്ത്ഡേ ആണെന്നുള്ളത്. അപ്പോൾ നിഷാദിന് സർപ്രൈസ് ആയിട്ട് നമ്മൾ വിഷസ് അറിയിച്ചിരിക്കുന്നു. ഹാപ്പി ബർത്ത്ഡേ. ഇനി ഒരുപാട് എന്താണ് പറയുക വർഷങ്ങൾ ഇതുപോലെ ബർത്ത്ഡേ ആഘോഷിക്കാൻ സാധിക്കട്ടെ നിഷാദിനെ എന്ന് ആത്മാർത്ഥമായിട്ട് ആശംസിക്കുന്നു. ഓക്കെ, എല്ലാവിധ ആശംസകളും നിഷാദ്.